ഒരു പോസിറ്റീവ് തോട്ടില് മക്കളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുന്ന പാരൻസിന് കിട്ടാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പൊ പഠിപ്പൊക്കെ എങ്ങനെ? മോൻ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് പഠിച്ചത്, 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം ക്രിക്കറ്റിലോട് കൂടുതൽ സമയം ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഫുട്ബോൾ പോലെയൊക്കെ ഉള്ള ഒരു ഗെയിം അല്ലല്ലോ ക്രിക്കറ്റ്. കാരണം ഫുട്ബോൾ നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് കളി തീരും. അല്ലെ അത്ലറ്റിക്സ് ആണെങ്കിൽ തന്നെ നമ്മൾ അതിലേക്ക് പങ്കെടുക്കുന്ന സമയത്ത് മാത്രം നമ്മൾ കൂടുതൽ സമയം കൊടുത്താൽ മതി. പക്ഷേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു ഡേ മൊത്തം കളിക്കേണ്ടി വരും. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാച്ചസ് ഉണ്ടാവും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമുക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലറായിട്ട് ക്ലാസ് മിസ്സാവും. അത്ര ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ NIOS പറയും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയും. അങ്ങനെ അതിൽ ചേർത്ത് ആണ് അവൻ്റെ 10ാം ക്ലാസ്സിന് ശേഷമുള്ള പഠനം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അറ്റൻഡൻസിൻ്റെതായ ടെൻഷനുകളൊന്നും ഇല്ലാതെ തന്നെ അവന് നന്നായിട്ട് കോച്ചിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റി. അതുപോലെ പരീക്ഷ നമുക്ക് പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ അറ്റൻഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഈ NIOS ചേർന്നുകൊണ്ട് സാധിക്കും. ഈക്വൽ ആണോ സർട്ടിഫിക്കേഷൻ? ഈക്വൽ ആണ്, തീർച്ചയായിട്ടും ഈക്വൽ ആണ്. ഇപ്പൊ +2 കഴിയുമ്പോൾ ഡിഗ്രിക്ക് നമ്മളിപ്പോ കേരള കോളേജിൽ ചേരാൻ പറ്റും. ഓ ഓക്കെ, ദാറ്റ്സ് നൈസ്.